ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഒരു ദിവസത്തെ പുഡിങ്ങിൻ്റെ ഓർഡറുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 പുഡിങ്ങാണ് ചെയ്യാനുണ്ടായിരുന്നത്. 2 ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങും പിന്നെ 2 ഇളനീരിൻ്റെ പുഡിങ്ങും പിന്നെ 2 പൈനാപ്പിളിൻ്റെ പുഡിങ്ങായിരുന്നു. പിന്നെ ഒരു ഡ്രസ്ലെച്ചേഴ്സിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. കേക്കല്ല, ഒരു പുഡിങ്ങിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഞാനതും ചെയ്തിട്ടുള്ളത്. ഇതൊരു പാർട്ടി ഓർഡർ ആയിരുന്നു. അപ്പോൾ പുഡിങ്ങിൻ്റെ കൂടെ തന്നെ ഡ്രസ്ലെച്ചേഴ്സും ഇതുപോലെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ രൂപത്തിൽ തന്നെ ഒരു പുഡിംഗ് ആയിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിസ്താഷ്യോ ഡ്രസ്ലെച്ചേഴ്സ് പുഡിങ്ങാണിത്. ഇതിൽ 5 എണ്ണം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതായത് ബട്ടർ സ്കോച്ചും 2 എണ്ണം, പിന്നെ പൈനാപ്പിളിൻ്റെ 2 എണ്ണം, പിന്നെ ഒരു ഡ്രസ്ലെച്ചേഴ്സിൻ്റെ പുഡിങ്ങും ഒരുമിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഇളനീരിൻ്റെ പുഡിങ് വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം സെയിൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഡ്രസ്ലെച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അരിച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിച്ച് വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഓരോ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ എല്ലാത്തിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓരോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഓരോ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയതെന്നൊക്കെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്ലെച്ചേഴ്സ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ചു. പിന്നീട് ഇളനീർ പുഡിങ്ങാണ് ആദ്യം റെഡിയാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളനീര് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പും അതിൻ്റെ വെള്ളം വേറെ ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്നത് 2 ട്രേയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് 25 ഗ്രാമിൻ്റെ പാക്കാണ്. അപ്പോൾ ഒന്ന് എടുത്താൽ 2 ട്രേയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാക്കും പിന്നെ മറ്റ് പാക്കിൽ നിന്ന് കുറച്ചുകൂടെ എടുക്കണം. നമുക്ക് 2 ലിറ്റർ പാലിലേക്ക് 40 ഗ്രാം ചൈന ഗ്രാസ് വേണം. അപ്പോൾ ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൈന ഗ്രാസ് ഇതുപോലെ മിക്സിയിൽ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കാനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം പൈനാപ്പിൾ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഡ്രസ്ലെച്ചേഴ്സ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാം. ഡ്രസ്ലെച്ചേഴ്സ് പുഡിങ് വേഗം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ 3 മിൽക്കൊക്കെ റെഡിയാക്കിയിട്ട് അത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിന് മുകളിൽ ഇതുപോലെ ക്രീം കൊണ്ട് നോസിലിട്ടിട്ട് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ബാക്കി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോ ഇടാനും പിന്നെ റോസ് പെറ്റൽസ് അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിറ്റേന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം തലേ ദിവസം വൈകുന്നേരം തന്നെ ചെയ്ത് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഇളനീരിൻ്റെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളനീരിൻ്റെ പൾപ്പും പിന്നെ കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. ഇനി ഒരു പാനിലേക്ക് പാലും പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ഒരു പാനിൽ ചൈന ഗ്രാസ് കുതിർത്തത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ പാല് തിളച്ച് വരുമ്പോഴേക്കും ചൈന ഗ്രാസും മെൽറ്റായിട്ട് വരും. ചൈന ഗ്രാസ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിൽ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ അത് മെൽറ്റായിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ പാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇളനീര് മിക്സിയിലിട്ട് അടിച്ച് വെച്ചതുണ്ടല്ലോ, ഇളനീരിൻ്റെ പൾപ്പ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് തിളക്കൊന്നും വേണ്ട, പിന്നീട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൂടി ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബബിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിതിന് മുകളിലൂടെ നട്ട്സോ അല്ലെങ്കിൽ
അങ്ങനെ ഇളനീരിൻ്റെ പൾപ്പ് കുറച്ച് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇളനീരിൻ്റെ പുഡിങ് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നീട് ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ് റെഡിയാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരമൽ സോസും പ്രളയനൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആദ്യം പ്രളയം റെഡിയാക്കി എടുത്തു. അതിന് ശേഷം കാരമൽ സോസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാരമൽ സോസ് റെഡിയായതിന് ശേഷം ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് കൂടി റെഡിയാക്കി എടുത്തു. അപ്പോൾ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ എല്ലാം ഓരോ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. എല്ലാ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒരുമിച്ച് വീഡിയോയിൽ കാണിച്ചാൽ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് റെഡിയാക്കിയതിന് ശേഷം അതും ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം പൈനാപ്പിളിൻ്റെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം വേവിച്ച് വെച്ച പൈനാപ്പിൾ കുറച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂട്ടിയിട്ട് പാല് തിളപ്പിച്ചെടുത്താണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ ട്രേയിൽ നിരത്തി വെച്ചതിന് ശേഷം മിൽക്ക് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൈനാപ്പിൾ പുഡിങ്ങും റെഡിയാക്കി വെച്ചു. അപ്പോൾ പുഡിങ് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ പുഡിങ്ങിൻ്റെ ജോലികളൊക്കെ തീർന്നിരുന്നു. ഇനി പിറ്റേന്ന് ഇതൊന്ന് പാക്ക് ചെയ്തതിന് ശേഷം കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ഡ്രസ് ലെച്ചേഴ്സിൻ്റെ മുകളിൽ കുറച്ച് പണി കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഇളനീരിൻ്റെ പുഡിങ്ങാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അത് കൊടുത്തു വിട്ടു. പിന്നീട് ഡ്രസ് ലെച്ചേഴ്സിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചിടാനും പിന്നെ റോസ് പെറ്റൽസൊക്കെ ഇടാനും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെച്ചു. ബാക്കിയുള്ള പുഡിങ്ങെല്ലാം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 12 മണി ആകുമ്പോഴേക്കും അതെല്ലാം ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പുഡിങ്ങിൻ്റെ എല്ലാം ഫുൾ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.